ആകാശവാണി ജില്ലാ വൃത്താന്തം. ഇന്ന് ഇടുക്കി ജില്ല. ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി രതീഷ് കൃഷ്ണ. മൂന്നാറിലേക്ക് എത്തുന്ന സാഹസിക സഞ്ചാരികൾക്കായി പാരാസെയിലിംഗ് പദ്ധതിയുമായി ഹൈഡൽ ടൂറിസം വകുപ്പ്. പ്രകൃതി മനോഹാരിതയ്ക്കൊപ്പം വ്യത്യസ്തമായ വിനോദ ഉപാധികൾ കൂടി മൂന്നാറിലേക്ക് എത്തിച്ച് കൂടുതൽ സഞ്ചാരികളെ ഇവിടേക്ക് ആകർഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഹൈഡൽ ടൂറിസം വകുപ്പ് ഇടുക്കിക്ക് പരിചിതമല്ലാത്ത പാരാസെയിലിംഗ് പദ്ധതിയുമായി രംഗത്തെത്തിയത്. വിശാലമായ മാട്ടുപ്പെട്ടി ജലാശയത്തിലാണ് പദ്ധതി നടപ്പിലാക്കുക. ഇതിന്റെ ഭാഗമായി പരീക്ഷണ പറക്കലും നടത്തി. പ്രകൃതി മനോഹാരിതയുടെ നടുവിൽ പുതിയ പദ്ധതി കൂടി എത്തുന്നതോടെ കൂടുതൽ സഞ്ചാരികളെ ഇവിടേക്ക് ആകർഷിക്കാനാകുമെന്നാണ് പ്രതീക്ഷ. മൂന്നാറിനെ ടൂറിസം രംഗത്ത് ഉയർത്തിക്കൊണ്ടുവരുന്നതിനായി വിവിധ പദ്ധതികൾ സർക്കാർ നടപ്പിലാക്കി വരുന്നുണ്ട്. ഇതിനു മുമ്പ് സീപ്ലെയിൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട വിമാനം മാട്ടുപ്പെട്ടി ജലാശയത്തിൽ ഇറങ്ങുകയും ചെയ്തിരുന്നു. വിഷരഹിത പച്ചക്കറികളും വിവിധയിനം പൂക്കളും വിപണിയിലെത്തിച്ച നാടിന്റെ ഓണം സമ്പുഷ്ടമാക്കാൻ കുടുംബശ്രീ. എല്ലാ വർഷത്തെയും പോലെ ഇക്കുറിയും പൂർണ്ണമായും ജൈവരീതിയിൽ മണ്ണിൽ പൊന്നു വിളയിക്കാൻ ഒരുങ്ങുകയാണ് കുടുംബശ്രീ വനിതകൾ. കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ഇടുക്കി ജില്ലയിൽ 124.68 ഏക്കറിലാണ് പൂവും പച്ചക്കറിയും കൃഷി ചെയ്യുന്നത്. ഓണച്ചന്തകൾ ലക്ഷ്യമിട്ട് ജില്ലയിലെ 52 CDSകളിൽ നിന്നായി തെരഞ്ഞെടുത്ത 457 ഗ്രൂപ്പുകളാണ് കൃഷി ഇറക്കിയത്. നിറപ്പൊലിമ എന്ന പേരിൽ പൂക്കൃഷിയും ഓണക്കനി എന്ന പേരിൽ പച്ചക്കറി കൃഷിയുമാണ് നടത്തുന്നത്. ആഗസ്റ്റ് പകുതിയോടെ വിളവെടുക്കാനാകുമെന്നാണ് പ്രതീക്ഷ. ആതിഥേയ സ്ഥാപനങ്ങളിൽ ശുചിത്വം ഉറപ്പാക്കാനുള്ള സ്വച്ഛതാ ഗ്രീൻ ലീഫ് റേറ്റിംഗ് ഇടുക്കി ജില്ലയിൽ 2ാം ഘട്ടത്തിലേക്ക് കടന്നു. ആദ്യഘട്ടത്തിൽ 41 സ്ഥാപനങ്ങൾക്ക് ഇടുക്കി ജില്ലയിൽ റേറ്റിംഗ് ലഭിച്ചിരുന്നു. ഗ്രാമീണ മേഖലകളിൽ ആതിഥേയ സേവനം ലഭ്യമാക്കുന്ന ഹോട്ടലുകൾ, റിസോർട്ടുകൾ, ലോഡ്ജുകൾ, ഹോംസ്റ്റേകൾ, ഭക്ഷണശാലകൾ തുടങ്ങി 5 അതിലധികമോ മുറികൾ താമസിക്കാൻ വാടകയ്ക്ക് നൽകുന്ന സ്ഥാപനങ്ങൾക്കാണ് റേറ്റിംഗ് ലഭിക്കുക. സ്റ്റാർ റേറ്റിംഗ് ആഡംബരങ്ങൾക്കാണെങ്കിൽ ശുചിത്വത്തിനാണ് ഗ്രീൻ ലീഫ് റേറ്റിംഗ്. കേന്ദ്ര ടൂറിസം വകുപ്പും സ്വച്ഛ് ഭാരത് മിഷനും ചേർന്ന് നടത്തുന്ന റേറ്റിംഗ് സംസ്ഥാനത്ത് ഏകോപിപ്പിക്കുന്നത് ശുചിത്വ മിഷനാണ്. ശാസ്ത്രീയ ശുചിത്വ മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ ഉറപ്പാക്കി അതിഥികളോടും സമൂഹത്തോടുമുള്ള പ്രതിബദ്ധത ഉയർത്തിക്കാട്ടാനുള്ള വേദിയാണ് ഗ്രീൻ ലീഫ് റേറ്റിംഗ്. നിലവിലെ നിയമങ്ങൾ അനുശാസിക്കുന്ന കര, ദ്രവ മാലിന്യ ശാസ്ത്രീയ സംസ്കരണ സംവിധാനങ്ങളുടെ സ്ഥിതി, അജൈവ മാലിന്യത്തിന്റെ ശാസ്ത്രീയ സംസ്കരണ സംവിധാനങ്ങൾ അല്ലെങ്കിൽ ഹരിതകർമ്മസേനയ്ക്ക് കൈമാറൽ തുടങ്ങിയവയാണ് അടിസ്ഥാനം. വനം വകുപ്പിന് കീഴിലുള്ള ഇക്കോ ടൂറിസം കേന്ദ്രങ്ങളിലേക്കുള്ള ടിക്കറ്റുകൾ ഇനി ഓൺലൈനായി ബുക്ക് ചെയ്യാം. ഇതിന്റെ ഭാഗമായി വിനോദസഞ്ചാരികൾക്ക് വേണ്ടി കേരള വനം വകുപ്പിന്റെ പുതിയ കേന്ദ്രീകൃത ഇക്കോ ടൂറിസം വെബ് പോർട്ടൽ eco.forest.kerala.government.in പ്രവർത്തനം തുടങ്ങി. സംസ്ഥാനത്തെ 80 ഇക്കോ ടൂറിസം കേന്ദ്രങ്ങളിൽ വെബ്സൈറ്റിന്റെ സേവനം ലഭ്യമാണ്. പ്രവേശന ടിക്കറ്റുകൾ മുതൽ ട്രെക്കിങ്ങിനും ബോട്ടിങ്ങിനുമുള്ള ടിക്കറ്റുകൾ വരെ ഓൺലൈനായി ബുക്ക് ചെയ്യാം. ബുക്ക് ചെയ്തവർ റദ്ദു ചെയ്യാനും തുക തിരികെ ലഭിക്കാനുമുള്ള സൗകര്യങ്ങളും ലഭ്യമാണ്. 2018 പ്രളയത്തിൽ തകർന്ന മൂന്നാറിലെ സർക്കാർ കോളേജിന്റെ പുതിയ കെട്ടിട നിർമ്മാണത്തിന് വഴിയൊരുങ്ങുന്നു. കോളേജ് നിർമ്മിക്കുവാനുള്ള ഭൂമി ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കൈമാറിക്കൊണ്ടുള്ള ഉത്തരവ് പുറത്തിറങ്ങി. 2.8862 ഹെക്ടർ ഭൂമിയാണ് പുതുതായി കോളേജ് കെട്ടിടം നിർമ്മിക്കുവാൻ അനുവദിച്ച് നൽകിയിട്ടുള്ളത്. മൂന്നാർ ദേവികുളം റോഡിൽ ബൊട്ടാണിക്കൽ ഗാർഡന് സമീപമായിട്ടായിരുന്നു മുമ്പ് മൂന്നാറിലെ സർക്കാർ കോളേജ് പ്രവർത്തിച്ചിരുന്നത്. 2018 പ്രളയത്തിൽ കെട്ടിടം തകർന്നു. അന്നു മുതൽ മൂന്നാറിൽ തന്നെ ഒരുക്കിയ താൽക്കാലിക സംവിധാനത്തിലാണ് കോളേജിന്റെ പ്രവർത്തനം. പുതിയ കെട്ടിടം നിർമ്മിക്കുവാനുള്ള സ്ഥലലഭ്യത എന്ന പ്രതിസന്ധിക്ക് ഇപ്പോൾ പരിഹാരമായി. തദ്ദേശീയ മേഖലയിൽ നിലവിലുള്ളതും അന്യം നിന്നു പോകുന്നതുമായ പാരമ്പര്യ കലകൾക്ക് പുതുജീവൻ നൽകാൻ ജനഗൽസ എന്ന പദ്ധതിയുമായി കുടുംബശ്രീ. ഗോത്ര കലാരൂപങ്ങൾ സംരംഭ മാതൃകയിൽ രൂപീകരിച്ചുകൊണ്ട് തദ്ദേശീയ ജനതയ്ക്ക് മികച്ച തൊഴിലും വരുമാനവും ലഭ്യമാക്കുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. ജനങ്ങളുടെ ആഘോഷം എന്നാണ് ജനഗൽസ എന്നതിനർത്ഥം. നിലവിൽ തദ്ദേശീയ മേഖലയിൽ 38ലേറെ ഗോത്ര ജനവിഭാഗങ്ങളുണ്ടെന്നാണ് കണക്ക്. ഓരോ വിഭാഗത്തിലും തനതായ കലാരൂപങ്ങളുമുണ്ട്. ഇവയെ പുനരുജ്ജീവിപ്പിച്ചുകൊണ്ട് അതിൽ നിന്നും വരുമാനദായക സംരംഭ രൂപീകരണമാണ് ജനഗൽസ പദ്ധതിയിലൂടെ പ്രധാനമായും ലക്ഷ്യമിടുന്നത്. നിലവിൽ കുടുംബശ്രീ നടപ്പാക്കുന്ന ട്രൈബൽ പദ്ധതിക്ക് കീഴിലെ അർഹരായ മുഴുവൻ ഗുണഭോക്താക്കളെയും ഇതിനായി കണ്ടെത്തും. ജില്ലാ വൃത്താന്തം സമാപിച്ചു.